എല്ലാവർക്കും നമസ്കാരം. ട്രഡീഷണൽ ലൈഫിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശ്രീ വിവേകാനന്ദൻ്റെ ജീവചരിത്രത്തിലെ ഏറ്റവും അവസാനത്തെ ഭാഗങ്ങളിലേക്ക് നമുക്ക് പോകാം. ബേലൂരിലെ മഠസ്ഥാപനത്തെ തുടർന്നുള്ള ഏതാനും മാസങ്ങൾ സ്വാമിജി തൻ്റെ സന്യാസി ശിഷ്യന്മാരെ പരിശീലിപ്പിക്കുന്നതിനും ആരോഗ്യ സംരക്ഷണാർത്ഥം ദേവ്ഗഡിലെ ബൈദ്യനാഥ് പോലെയുള്ള സ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനും വിനിയോഗിച്ചു. പ്രമേഹം കൊണ്ടുള്ള അനാരോഗ്യത്തിന് പുറമെ ചില സമയങ്ങളിൽ ശ്വാസം മുട്ടിക്കുന്ന ഒരുതരം ശ്വാസകോശ രോഗവും അദ്ദേഹത്തെ ബാധിച്ചിരുന്നു. പാശ്ചാത്യ രാജ്യങ്ങളിൽ താൻ ആരംഭിച്ചിരുന്ന പ്രവർത്തനങ്ങൾ എങ്ങനെ നടക്കുന്നുവെന്ന് നേരിട്ടറിയാനായി ആ രാജ്യങ്ങളിലേക്ക് രണ്ടാമതും പോകുന്നതിനുള്ള തൻ്റെ ഇഷ്ടം അദ്ദേഹം വെളിപ്പെടുത്തുകയുണ്ടായെങ്കിലും അനാരോഗ്യം മൂലം ഇത്തരം പരിപാടികൾ അദ്ദേഹത്തിന് നീട്ടിവെക്കേണ്ടി വന്നു. എന്നാൽ അദ്ദേഹത്തെ ചികിത്സിച്ചിരുന്ന ബിഷപ്പ്വരന്മാർ തന്നെ ഒരു കപ്പൽ യാത്ര നന്നായിരിക്കുമെന്ന് അദ്ദേഹത്തെ ഉപദേശിച്ചതിനാൽ 1899 ജൂൺ 20 സ്വാമിജി, തുര്യാനന്ദ സ്വാമി, സിസ്റ്റർ നിവേദിത എന്നിവർക്കൊപ്പം പാശ്ചാത്യ രാജ്യങ്ങളിലേക്ക് പുറപ്പെട്ടു. വഴിക്ക് കപ്പൽ മദ്രാശി തുറമുഖത്ത് അടുത്തുവെങ്കിലും രോഗസംക്രമണ പ്രതിരോധത്തിനുള്ള നിയമവിലക്ക് അനുസരിച്ച് പ്ലേഗ് ബാധിച്ച കൊൽക്കത്ത നഗരത്തിൽ നിന്നുള്ള നാട്ടുകാരായ യാത്രക്കാർക്ക് അവിടെ ഇറങ്ങാൻ അനുവാദമില്ലാത്തതിനാൽ സ്വാമിജിക്ക് മദിരാശിയിൽ ഇറങ്ങാൻ കഴിഞ്ഞില്ല. അതിനാൽ രാമകൃഷ്ണാനന്ദ സ്വാമിയും സ്വാമിജിയുടെ ഭക്തന്മാരും മദിരാശിയിലെ അനേകം പൗരന്മാരും തോണികളിൽ കപ്പലിൽ ചെന്ന് കപ്പലിൻ്റെ മുകൾത്തട്ടിൽ നിന്നിരുന്ന സ്വാമിജിക്ക് അഭിവാദനങ്ങൾ അർപ്പിച്ചു. കൊളംബോയിൽ വെച്ചും ഒരു വലിയ പൗരാവലി അദ്ദേഹത്തെ കാണാനെത്തി. 42 ദിവസത്തിന് ശേഷമാണ് അദ്ദേഹം ലണ്ടനിൽ എത്തിച്ചേർന്നത്. പക്ഷെ പല കാരണങ്ങളാലും ആ പ്രാവശ്യം അദ്ദേഹത്തിൻ്റെ ലണ്ടനിലെ താമസം 2 ആഴ്ചക്കാലത്തേക്ക് മാത്രമായിരുന്നു. 1899 ഓഗസ്റ്റ് 17 അദ്ദേഹം അവിടെ നിന്ന് അമേരിക്കയിലേക്ക് കപ്പൽ കയറി. 28 ന്യൂയോർക്കിലെത്തി. അഭേദാനന്ദ സ്വാമി വേദാന്ത പ്രവർത്തനങ്ങൾ ദൃഢമായ അടിത്തറയിൽ തന്നെ കെട്ടിപ്പടുത്തിയിരുന്നത് കണ്ട് സ്വാമിജി സന്തോഷിച്ചു. ഇതിനിടയിൽ സ്വാമിജിയുടെ അച്ചടിക്കപ്പെട്ടിരുന്ന പുസ്തകങ്ങൾ വായിക്കുകയാൽ ആരാധകരുടെ എണ്ണം വളരെയേറെ വർദ്ധിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും ആരാധകരും നവംബർ 7 അദ്ദേഹത്തിനൊരു ഗംഭീര സ്വീകരണം നൽകി. കാലാവസ്ഥ പ്രതികൂലമായിരുന്നതുകൊണ്ടും ആരോഗ്യം അനുവദിക്കാതിരുന്നതുകൊണ്ടും ആ പ്രാവശ്യം ന്യൂയോർക്കിൽ അദ്ദേഹം അധികം പൊതുപ്രസംഗങ്ങൾ ചെയ്തില്ല. പക്ഷേ റിഡ്ജ്ലി എന്ന ഗ്രാമപ്രദേശത്ത് വിശ്രമിച്ചുകൊണ്ട് അധിക സമയവും ചെലവഴിച്ചു. ആ കാലത്ത് ഭൗതിക തലത്തിലുള്ള തൻ്റെ ജീവിതത്തെക്കുറിച്ച് ഒരനിഷ്ട സൂചനയുടെ ക്ഷണിക ദൃശ്യം അദ്ദേഹത്തിന് കിട്ടുന്നുണ്ടായിരുന്നു. അഭേദാനന്ദ സ്വാമിജിയോട് അദ്ദേഹം പറഞ്ഞു, സഹോദര, എൻ്റെ ദിവസങ്ങൾ എണ്ണപ്പെട്ടു കഴിഞ്ഞു. അങ്ങേയറ്റം 3-4 കൊല്ലം കൂടി ഞാൻ ജീവിച്ചേക്കാം. സ്വാമിജി ജോലിയുടെ ആരംഭം മാത്രമേ കണ്ടിട്ടുള്ളൂവെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള അശുഭചിന്തകളിൽ നിന്ന് അദ്ദേഹത്തെ പിന്തിരിപ്പിക്കുവാൻ അഭേദാനന്ദ സ്വാമി ശ്രമിച്ചപ്പോൾ തൻ്റെ ആത്മീയ ജീവിതത്തിൻ്റെ ഒരു ക്ഷണിക ദൃശ്യം നൽകിക്കൊണ്ട് സ്വാമിജി ഇങ്ങനെ പറഞ്ഞു, സഹോദര, താങ്കൾ എന്നെ മനസ്സിലാക്കുന്നില്ല. ഞാൻ വളരെയധികം വളരുന്നതായി എനിക്ക് തോന്നുന്നു. എൻ്റെ ശരീരത്തിന് ഇനി എന്നെ ഉൾക്കൊള്ളാൻ കഴിയുകയില്ലെന്ന് ചിലപ്പോൾ എനിക്ക് തോന്നുന്നതിന് കാരണമായ വിധത്തിൽ എൻ്റെ ആത്മചൈതന്യം അത്രയ്ക്ക് വികസിക്കുന്നുണ്ട്. ഞാൻ പൊട്ടിത്തെറിക്കാറായി. മാംസവും രക്തവും കൊണ്ടുണ്ടാക്കപ്പെട്ടിട്ടുള്ള ഈ കൂടിന് ഇനി എന്നെ വളരെ ദിവസം അടക്കി വയ്ക്കുവാൻ കഴിയുകയില്ല. ന്യൂയോർക്കിലും റിഡ്ജിലും ഏതാണ്ട് 3 മാസം താമസിച്ച ശേഷം കാലിഫോർണിയയിലേക്ക് പോകുവാൻ അദ്ദേഹം പെട്ടെന്ന് തീർച്ചയാക്കുകയും നവംബർ 22 അവിടേക്ക് പുറപ്പെടുകയും ചെയ്തു. വഴിക്ക് ഒരാഴ്ചയോളം ചിക്കാഗോയിൽ തങ്ങി. ആരോഗ്യം മോശമാവുകയും ജോലി ചെയ്യാനുള്ള ഉത്സാഹം വളരെ മന്ദീഭവിക്കുകയും ചെയ്തിരുന്നു. എങ്കിലും ഏകദേശം 6 മാസക്കാലം അദ്ദേഹം തീവ്രമായ പ്രചരണ പ്രവർത്തനത്തിൽ ഏർപ്പെടുകയുണ്ടായി. സംസാരിക്കാൻ തുടങ്ങിയാൽ പിന്നെ ക്ഷീണത്തിൻ്റെ ലക്ഷണമൊന്നും അദ്ദേഹം കാണിച്ചിരുന്നില്ല. ഈ രണ്ടാമത്തെ സമയത്തുണ്ടായ സന്ദർശന പ്രവർത്തനങ്ങളെക്കുറിച്ച് ഒരു അമേരിക്കൻ പൗരനായ ബ്രഹ്മചാരി ഗുരുദാസ് ഇപ്രകാരം പറയുന്നു, സ്വാമിജി സാധാരണക്കാരുടെ കൂട്ടത്തിൽ ഒരുവനെ പോലെ തന്നെ അത്ര ലാളിത്യമാണ് പെരുമാറ്റത്തിൽ കാണിച്ചിരുന്നത് എന്നതിനാൽ ആദ്യ ദർശനത്തിൽ അദ്ദേഹം എന്നിൽ വലിയ മതിപ്പ് ഉളവാക്കിയില്ല. പലപ്പോഴും ന്യൂയോർക്ക് സമുദായത്തിലെ കേസരിയായിരുന്ന അദ്ദേഹം അങ്ങനെ പുകഴ്ത്തപ്പെടുന്നതിന് പര്യാപ്തമായി യാതൊന്നും അദ്ദേഹത്തിൻ്റെ പെരുമാറ്റത്തിൽ കാണിച്ചില്ല. വേഷവിധാനത്തിലും പെരുമാറ്റത്തിലും
ലാളിത്യം പുലർത്തിയിരുന്ന അദ്ദേഹം ഞങ്ങളിൽ ഒരാളെപ്പോലെ മാത്രമായിരുന്നു. അസാമാന്യ വ്യക്തിയെന്ന് വാഴ്ത്തപ്പെട്ടിട്ടുള്ളവർ ചെയ്യും പോലെ അദ്ദേഹം തന്നെ ഒരു ഉന്നത സോപാനത്തിൽ പ്രതിഷ്ഠിച്ചിരുന്നില്ല. മുറിയിൽ അദ്ദേഹം അങ്ങുമിങ്ങും നടന്നു, നിലത്തിരുന്നു, ചിരിച്ചു, തമാശകൾ പറഞ്ഞു, സംഭാഷണം ചെയ്തു. ഔപചാരികത കൂടാതെ അദ്ദേഹത്തിൻ്റെ ഉജ്ജ്വലവും തിളക്കമാർന്നതുമായ നേത്രങ്ങളും മനോഹരമായ മുഖവടിവുകളും രാജപ്രൗഢിയുള്ള രീതിയും ഞാൻ വീക്ഷിച്ചു. ഈ സവിശേഷതകൾ ഒരു സന്ദർഭത്തിനും ഒളിക്കാവുന്നതല്ലല്ലോ. അദ്ദേഹം മറ്റുള്ളവരാൽ ചുറ്റപ്പെട്ട് കുറച്ചിട ഒരു പ്രസംഗ മണ്ഡപത്തിൽ കയറി നിൽക്കുമ്പോൾ എൻ്റെ മനസ്സിൽ മിന്നൽ വേഗത്തിലൊരു തോന്നലുണ്ടായി. എന്തൊരധികായൻ, എന്തു ശക്തി, എന്ത് പൗരുഷം, എന്ത് വ്യക്തിത്വം! അദ്ദേഹത്തിൻ്റെ അടുത്തു നിൽക്കുന്ന ഓരോരുത്തനും അദ്ദേഹവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ എത്ര നിസ്സാരൻ! ആ തോന്നലൊരു നെട്ടൽ പോലെ എനിക്ക് അനുഭവപ്പെട്ടു. അതെന്നെ നടുക്കി. സ്വാമിജിക്ക് ഈ പ്രത്യേകത നൽകിയത് എന്താണ്? അദ്ദേഹത്തിൻ്റെ ഉയരമാണോ? അല്ല, അദ്ദേഹത്തെക്കാൾ ഉയരം കൂടിയ പലരും അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ശരീരഘടനയാണോ? അല്ല, അമേരിക്കയുടേതായ പൗരുഷത്തിൻ്റെ അടയാളമായി ചിലർ അദ്ദേഹത്തിൻ്റെ അരികിൽ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ സവിശേഷത മറ്റെന്തിനേക്കാളും കൂടുതലായി അദ്ദേഹത്തിൻ്റെ മുഖഭാവത്തിലായിരുന്നു. അത് അദ്ദേഹത്തിൻ്റെ ആത്മശുദ്ധിയായിരുന്നുവോ? അതെന്തായിരുന്നു എന്ന് വിശകലനം ചെയ്യാൻ എനിക്ക് സാധിച്ചില്ല. ശ്രീ ബുദ്ധനെപ്പറ്റി പറയുന്നത് ഞാൻ ഓർത്തു. മനുഷ്യരിലൊരു കേസരി. സ്വാമിജിക്ക് അതിരറ്റ ആത്മശക്തിയുണ്ടെന്ന് എനിക്ക് തോന്നി. വേണമെന്നുള്ള പക്ഷം അദ്ദേഹത്തിന് സ്വർഗവും ഭൂമിയും ചലിപ്പിക്കാനാവുമെന്നും. ഇതായിരുന്നു അദ്ദേഹത്തെക്കുറിച്ച് എനിക്കുള്ള ശക്തവും സ്ഥായിയുമായുള്ള അഭിപ്രായം. സ്വാമിജിയുടെ വ്യക്തിത്വം ശ്രോതാക്കളുടെ മനസ്സിൽ ദൃശ്യപരമായ പ്രചണ്ഡതയോടെ സ്വയം പതഞ്ഞു തിളങ്ങുന്ന നയനങ്ങൾ, ഭാവപ്രകാശനം, അംഗവിക്ഷേപങ്ങൾ എന്നിവയുടെ സമ്പന്നത, ഉച്ചഗംഭീരവും ശ്രോതാഭിരാമവും നിഗൂഢവുമായ ഒരു ശക്തിവിശേഷത്തിൻ്റെ അനുഭവബോധം ഒരുവനിൽ ഉളവാക്കുന്നതും അത്ഭുതകരമായ മട്ടിൽ സംസ്കൃത സൂക്തങ്ങൾ ഉച്ചരിക്കൽ, തുടർന്ന് തികഞ്ഞ ആത്മവിശ്വാസത്തോടെ നൽകുന്ന തർജ്ജമ, ഇതെല്ലാം ഒരു ഹൈന്ദവ സന്യാസിയുടെ കൗതുകമുളവാക്കുന്ന വേഷവിധാനത്തോടെ എടുത്തു കാണിച്ചിരുന്നു. മിക്ക പ്രസംഗകരും ചെയ്യുന്നതുപോലെ കുറിപ്പുകളിലേക്ക് നോക്കാതെ സംസാരിച്ചിരുന്ന അതുല്യനായിരുന്ന പ്രാസംഗികനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ വചനങ്ങൾ അത്യന്തം ശക്തിമത്തും ക്രിയാത്മകവും, വേഗതയും വേണ്ട സമയത്ത് ചുട്ട മറുപടി നൽകുന്നതിൽ കൂർമ്മതയും ഉണ്ടായിരുന്ന അദ്ദേഹം എല്ലാ എതിർവാദങ്ങളെയും ശാന്ത പ്രകൃതിയോടും ആനന്ദത്തോടും കൂടി നേരിട്ടു. ശ്രോതാക്കളെ കാര്യം മനസ്സിലാക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ജോലി. മറ്റേതു പ്രസംഗകനേക്കാളും കൂടുതൽ അദ്ദേഹം വിജയിക്കുകയും ചെയ്തു. കേവല സിദ്ധാന്തങ്ങളെ ജനസമ്മതമാക്കുന്നതും അവയെ സാധാരണക്കാരുടെ പോലും ഗ്രാഹ്യശക്തിക്കുള്ളിൽ ഒതുക്കുക എന്നതും അദ്ദേഹത്തിൻ്റെ നേട്ടമായിരുന്നു. അദ്ദേഹം എല്ലാവരെയും പ്രാപിച്ചു. ഈ ലോകം ഒരന്ധവിശ്വാസമാണ്. അത് യഥാർത്ഥമെന്ന് നമ്മെ വിശ്വസിപ്പിക്കത്തക്ക രീതിയിൽ നാം മയക്കപ്പെട്ടിരിക്കുകയാണ്. മുക്തിയുടെ പ്രക്രിയ ആ മയക്കത്തിൽ നിന്ന് മോചനം നേടുന്നതിൻ്റെ പ്രക്രിയയാണ്. ഈ പ്രപഞ്ചം സർവേശ്വരൻ്റെ ഒരു ലീല, അത്രമാത്രം. എല്ലാം വിനോദത്തിന് വേണ്ടി മാത്രം. അദ്ദേഹം എന്തെങ്കിലും ചെയ്യുന്നതിന് കാരണമുണ്ടായിരിക്കുകയില്ല. സർവേശ്വരൻ്റെ ലീലാവിലാസം നിങ്ങൾക്ക് ഗ്രഹിക്കണമെങ്കിൽ അദ്ദേഹത്തെ മനസ്സിലാക്കുക, അദ്ദേഹത്തിൻ്റെ കളിത്തോഴരാവുക. എങ്കിൽ അദ്ദേഹം നിങ്ങൾക്കെല്ലാം പറഞ്ഞു തരും. തൻ്റെ പഴയ ആരാധകർക്ക് പുറമെ അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധീകൃത ഗ്രന്ഥങ്ങൾ പുതിയ ആരാധകരെ കൂടി പ്രസംഗങ്ങളിലേക്കും പ്രഭാഷണങ്ങളിലേക്കും ആകർഷിച്ചു. 1900 ഏപ്രിലിൽ സാൻ ഫ്രാൻസിസ്കോവിലെ വേദാന്ത കേന്ദ്രം സ്ഥാപിച്ചതിന് പുറമെ ഓക്ലാൻഡ്, അലാമേദ തുടങ്ങിയ സ്ഥലങ്ങളിൽ പഠന സംഘങ്ങളും അദ്ദേഹം ആരംഭിച്ചു. തൻ്റെ ആത്മാർത്ഥ സഹായിയായ ചുരുക്കെഴുത്തുകാരൻ ഗോഡ്വിൻ മരിച്ചു പോയതിനാൽ ഇക്കാലത്തെ പ്രസംഗങ്ങളിൽ പലതും രേഖപ്പെടുത്താതെ പോയിട്ടുണ്ട്. 1990 സെപ്റ്റംബറിലെ പാരീസ് പ്രദർശനത്തോടനുബന്ധിച്ച് നടത്തപ്പെട്ട മതചരിത്ര മഹാസമ്മേളനത്തിൽ സംബന്ധിക്കുവാൻ ക്ഷണം കിട്ടിയതിനാൽ അദ്ദേഹം മെയ് 30 കാലിഫോർണിയ വിട്ട് ന്യൂയോർക്കിലേക്ക് പോയി. ന്യൂയോർക്കിൽ നിന്ന് അദ്ദേഹം ഫ്രാൻസിലേക്കും. ചിക്കാഗോയിൽ നടന്ന മതമഹാസമ്മേളനത്തെ പോലെ പാരീസിലെ പ്രദർശനത്തിൽ ഒന്നും ഉണ്ടായില്ല. മതങ്ങളുടെ ചരിത്ര സംബന്ധമായ കാര്യങ്ങളെ സ്പർശിക്കുന്ന ഒരു കോൺഗ്രസ് മാത്രമാണ് നടത്തുന്നത്. വേദാന്ത മതത്തിൻ്റെ ഉദ്ഭവത്തെക്കുറിച്ചും ശിവലിംഗം, സാളഗ്രാമം എന്നിവയെ പൂജിക്കുന്നതിനെക്കുറിച്ചുമുള്ള ചർച്ചയിൽ പങ്കെടുക്കാനാണ് സ്വാമിജി ക്ഷണിക്കപ്പെട്ടത്.
പാരീസിൽ 3 മാസത്തെ വാസത്തിനു ശേഷം അദ്ദേഹം ഇന്ത്യയിലേക്ക് തിരിച്ചു. ആ യാത്രയ്ക്കിടെ കെയ്റോവിലായിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ മായാവതിയിലൂടെ തൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തും ശിഷ്യനുമായ ക്യാപ്റ്റൻ സേവ്യറെക്കുറിച്ച് എന്തോ ഒരു ദുസൂചനയുണ്ടായി. അതിനാൽ പെട്ടെന്ന് ഇന്ത്യയിലേക്ക് മടങ്ങാൻ അദ്ദേഹം തീരുമാനിച്ചു. പാശ്ചാത്യ രാജ്യങ്ങളിൽ സ്വാമിജി നടത്തിയ ഈ അവസാന സന്ദർശനത്തിനിടയിൽ അദ്ദേഹത്തിൻ്റെ മാനസികാവസ്ഥയെക്കുറിച്ചുള്ള തൻ്റെ ധാരണകൾ വെളിപ്പെടുത്തിക്കൊണ്ട് സിസ്റ്റർ നിവേദിത ഇങ്ങനെ എഴുതിയിരിക്കുന്നു. സ്വാമിജിയുടെ അമേരിക്കൻ യൂറോപ്യൻ ജീവിതം നീണ്ടുനിന്ന ആ സകല മാസങ്ങളിലും സ്വാമിജിയുടെ മാനസിക നില എന്നിൽ ഉളവാക്കിയ ഏറ്റവും പ്രധാനമായ ധാരണ തൻ്റെ ചുറ്റുപാടുകളെക്കുറിച്ച് അദ്ദേഹം പ്രകടിപ്പിച്ച മിക്കവാറും പരിപൂർണമായ നിസ്സംഗത്വമാണ്. ജീവിത മൂല്യങ്ങളെ സംബന്ധിച്ച് നിലവിലുള്ള വിലമതിപ്പ് അദ്ദേഹത്തെ ഒരു തരത്തിലും ബാധിച്ചില്ല. ജയവും പരാജയവും വരുകയും പോവുകയും ചെയ്യും. അദ്ദേഹം അവയ്ക്ക് രണ്ടിനും സാക്ഷിയായിരുന്നു. ലോകം തന്നെ അപ്രത്യക്ഷമാവുകയാണെങ്കിൽ പോലും എനിക്കെന്താണ് എന്നൊരിക്കൽ അദ്ദേഹം പറയുകയുണ്ടായി. എൻ്റെ തത്വശാസ്ത്രം അനുസരിച്ച് അതൊരു നല്ല കാര്യമായിരിക്കും എന്ന് നിങ്ങൾക്കറിയാമല്ലോ. പക്ഷേ യഥാർത്ഥത്തിൽ അദ്ദേഹം കൂടുതൽ ഗൗരവമുള്ള സ്വരത്തിൽ കൂട്ടിച്ചേർത്തു, എനിക്കെതിരായതെല്ലാം അവസാനം എൻ്റെ കൂടെ തന്നെ ഉണ്ടാകണം. ഞാൻ ആ ലോകമാതാവിൻ്റെ പടയാളിയല്ലേ. അങ്ങനെ യാതൊരു മുന്നറിയിപ്പും കൂടാതെ സ്വാമിജി ഡിസംബർ 6 ബോംബെയിൽ എത്തി. അദ്ദേഹത്തെ സ്വീകരിക്കുവാൻ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. ഡിസംബർ 9 സന്ധ്യ കഴിഞ്ഞപ്പോൾ സന്യാസിമാർ രാത്രി ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് മുന്നറിയിപ്പ് കൂടാതെ തന്നെ സ്വാമിജി ബേലൂർ മഠത്തിൽ എത്തിച്ചേർന്നു. ഏതോ ഒരു സാഹിബ് വന്നിരിക്കുന്നു എന്നിങ്ങനെയാണ് ഒരു തോട്ടക്കാരൻ സ്വാമിജിയുടെ ആഗമന വാർത്ത അകത്തുള്ളവരെ അറിയിച്ചത്. സാഹിബ് മറ്റാരുമല്ലെന്ന് സ്വയം തെളിയിച്ചുകൊണ്ട് സ്വാമിജി തങ്ങളുടെ അടുത്തേക്ക് ഓടി വരുന്നത് കണ്ട് സന്യാസിമാർ ആനന്ദാത്ഭുതങ്ങൾക്ക് വിധേയരായി. അദ്ദേഹത്തിൻ്റെ ആരോഗ്യം അപ്പോൾ തകർന്നിരുന്നു. എന്നിട്ടും മഠത്തിൽ താമസിച്ചിരുന്ന ഏതാനും ദിവസങ്ങളിൽ അദ്ദേഹം ഇന്ത്യയിലെ പ്രവർത്തനങ്ങളുടെ നിയന്ത്രണവും സഹോദര സന്യാസിമാരുടെയും ശിഷ്യന്മാരുടെയും അധ്യാപനവും പരിശീലനവും ഏറ്റെടുത്തു. മഠത്തിൽ എത്തിയപ്പോൾ തന്നെ മിസ്റ്റർ സേവ്യർ അന്തരിച്ച വിവരം അദ്ദേഹം അറിഞ്ഞു. മായാവതിയിലേക്ക് ധൃതിയിൽ ചെന്ന് മിസ്സിസ് സേവ്യറെ കണ്ട് അനുശോചനം അറിയിക്കാനും അവരെ ആശ്വസിപ്പിക്കാനും അദ്ദേഹം ആഗ്രഹിച്ചു. അതിനാൽ ബേലൂർ മഠത്തിൽ 2 ആഴ്ചയിലധികം താമസിച്ച ശേഷം ഡിസംബർ 27 മായാവതിയിലേക്ക് പുറപ്പെട്ട് 1901 ജനുവരി 1 അവിടെ എത്തി. വളരെ ക്ലേശകരമായിരുന്നു യാത്ര. കനത്ത ഹിമപാതവും ആലിപ്പഴ വൃഷ്ടിയും കലർന്ന മോശമായ കാലാവസ്ഥയിൽ കുന്നിൻ ചെരുവിലുള്ള പാതകളിലൂടെയുള്ള യാത്ര. കുറച്ച് ദിവസങ്ങൾക്കിടയിൽ അദ്വൈതാശ്രമത്തിൻ്റെ നടത്തിപ്പ് താൻ പ്രഖ്യാപിച്ചിരുന്ന രീതിയിൽ തന്നെ കൊണ്ടുപോകാനുള്ള ജോലി അദ്ദേഹം തൻ്റെ ശിഷ്യനായ സ്വരൂപാനന്ദ സ്വാമിജിയെ ഏൽപ്പിച്ചു. ഭക്തിപരമായ ആരാധനയുടെ ദ്വൈതഭാവനയൊന്നും തന്നെയില്ലാത്ത ശുദ്ധമായ രീതിയിൽ അദ്വൈതം പരിശീലിപ്പിക്കുന്നതിനുള്ള കേന്ദ്രമായിട്ടാണ് അത് നടത്തിക്കൊണ്ടു പോകേണ്ടത്. അതേക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള സങ്കല്പം ഇപ്രകാരമായിരുന്നു: ഈ പ്രപഞ്ചം ആരിൽ നിലകൊള്ളുന്നു? ഈ പ്രപഞ്ചത്തിൽ ആരാണുള്ളത്? ഈ പ്രപഞ്ചം ആരാണ്? ആരിലാണ് ഈ ആത്മാവിരിക്കുന്നത്? ആത്മാവിൽ ആരാണുള്ളത്? മനുഷ്യാത്മാവ് ആരാണ്? ആ ചൈതന്യത്തെ അറിയുകയും അതുവഴി ഈ പ്രപഞ്ചം നമ്മുടെ ആത്മസത്തയാണെന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നത് എല്ലാ ഭയങ്ങളെയും കെടുത്തുകയും ദുരിതങ്ങളെ അവസാനിപ്പിക്കുകയും അപരിമേയമായ സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മെ നയിക്കുകയും ചെയ്യുന്നു. വിധേയത്വം ദുഃഖമാണ്, സ്വാതന്ത്ര്യമാണ് സുഖം. മനുഷ്യനെ അവനു തന്നെ സ്വാധീനമാക്കുന്നതിനും അവനിൽ നിന്നും ഇത്തരം വിധേയത്വവും അതിനോടനുബന്ധിച്ച് അന്ധവിശ്വാസങ്ങളുമെല്ലാം എടുത്ത് കളയുന്നതിനുള്ള ഏക സിദ്ധാന്ത പദ്ധതിയാണ് അദ്വൈതം. അത് നമ്മെ ദുഃഖം സഹിക്കുന്നതിന് ധൈര്യമുള്ളവരാക്കുകയും കർമ്മധീരരാക്കുകയും കാലക്രമത്തിൽ ഉപാധിയറ്റ സ്വാതന്ത്ര്യം നേടുന്നതിന് സഹായിക്കുകയും ചെയ്യുന്നു. ഇവിടെ ഈ ആശ്രമത്തിൽ അദ്വൈതത്തെ എല്ലാ അന്ധവിശ്വാസങ്ങളിൽ നിന്നും ദൗർബല്യമുളവാക്കുന്ന മലിനീകരണങ്ങളിൽ നിന്നും മുക്തമാക്കി നിലനിർത്തുവാൻ സാധിക്കുമെന്ന് അദ്ദേഹം പ്രതീക്ഷിച്ചിരുന്നു. അവിടെ ശുദ്ധവും ലളിതവുമായ ഏകതാ സിദ്ധാന്തമല്ലാതെ മറ്റൊന്നും പഠിപ്പിക്കുകയും പ്രയോഗിക്കുകയും ചെയ്യുകയുമില്ല. മറ്റ് സിദ്ധാന്ത പദ്ധതികളോട് പൂർണ്ണ അനുകമ്പ പുലർത്തുമെങ്കിലും ആ ആശ്രമം അദ്വൈതത്തിന് വേണ്ടി
അദ്വൈതത്തിനു വേണ്ടി മാത്രം സമർപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. അതിനാൽ തന്നെ അദ്വൈതാശ്രമത്തിലെ അന്തേവാസികളിൽ ചിലർ അവരുടെ അഭിലാഷം അനുസരിച്ച് ഒരു മുറിയിൽ ശ്രീരാമകൃഷ്ണദേവന്റെ ഛായാചിത്രം സ്ഥാപിച്ച് ഒരു പൂജാമുറി ഉണ്ടാക്കി അതിൽ പൂജകൾ ആരംഭിച്ചതായി അദ്ദേഹം കണ്ടെത്തി. അദ്വൈതാശ്രമത്തിൽ ക്രിയാകലാപങ്ങളോട് കൂടിയ ആരാധന നടത്തുന്നതിനെ സ്വാമിജി നിശിതമായി വിമർശിച്ചു. അവരെ കഠിനമായി അദ്ദേഹം ശാസിച്ചു. ഈ സംഭവത്തിന് ശേഷം പൂജാമുറി വേഗത്തിൽ അപ്രത്യക്ഷമായി. മതത്തിന്റെ ആത്മനിഷ്ഠമായ വശം മാത്രം, ധ്യാനം, വേദപഠനം, ഏറ്റവും ഉയർന്ന അദ്വൈത മതത്തിന്റെ ബോധനം എന്നിവ മാത്രം അന്തേവാസികളെ പരിശീലിപ്പിച്ചാൽ മതിയെന്ന് നിശ്ചയിക്കപ്പെട്ടു. പേലൂർ മഠത്തിലേക്ക് മടങ്ങിയപ്പോൾ ഈ സംഭവം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് സ്വാമിജി പറഞ്ഞത് ഇങ്ങനെയാണ്: ശ്രീരാമകൃഷ്ണദേവന്റെ ബാഹ്യരൂപാരാധന സ്ഥാനം പിടിക്കാത്ത ഒരു കേന്ദ്രമെങ്കിലും വേണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ അവിടെ പോയപ്പോൾ അഭിവന്ദ്യനായ ആ വൃദ്ധൻ അവിടെയും സ്ഥാനം പിടിച്ചിരിക്കുന്നതായി ഞാൻ കണ്ടു. കൊള്ളാം കൊള്ളാം. 1901 ജനുവരി സ്വാമിജിക്ക് 38 വയസ്സ് പൂർത്തിയായി. 18 മായാവതിയിൽ നിന്ന് പുറപ്പെട്ട് 24 ബേലൂർ മഠത്തിൽ എത്തിച്ചേർന്നു. അതുവരെ സ്വാമിജിയുടെ പേരിലായിരുന്ന മഠവും സ്വത്തുക്കളും തൻ്റെ സഹോദര സന്യാസിമാരായ ബ്രഹ്മാനന്ദ, ശിവാനന്ദ, ശാരദാനന്ദ, അഖണ്ഡാനന്ദ, ത്രിഗുണാതീതാനന്ദ, രാമകൃഷ്ണാനന്ദ, സുബോധാനന്ദ, അഭേദാനന്ദ, തുര്യാനന്ദ എന്നീ സന്യാസിമാരടങ്ങിയ ഒരു ട്രസ്റ്റ് ബോർഡിലേക്ക് മാറ്റി. മഠത്തെ സംബന്ധിച്ച എല്ലാ ഭരണപരമായ അടിയന്തര കാര്യങ്ങളും നിജപ്പെടുത്തിയതിനു ശേഷം തൻ്റെ ക്ഷയിച്ചുകൊണ്ടിരിക്കുന്ന ആരോഗ്യത്തെ വകവയ്ക്കാതെ അദ്ദേഹം കിഴക്കേ ബംഗാളിലെ ധാക്കയിലേക്ക് പുറപ്പെട്ടു. അവിടെ നിന്ന് അദ്ദേഹത്തിന് അടിക്കടി ക്ഷണം വന്നുകൊണ്ടിരുന്നു. മനുഷ്യന്റെ ആധ്യാത്മികമായ ആവശ്യങ്ങൾക്ക് വേണ്ടതെല്ലാം ചെയ്യുന്നതിനുള്ള അദ്ദേഹത്തിന്റെ ഉത്സാഹം അപ്പോൾ വളരെയധികമായിരുന്നതിനാൽ അത്യധ്വാനത്തിന്റെ അനന്തരഫലങ്ങളെ അവഗണിച്ചു പോലും ധാക്കയിലും ഷില്ലോങ്ങിലും വമ്പിച്ച സദസ്സുകളിൽ അദ്ദേഹം നിരവധി നീണ്ട പ്രസംഗങ്ങൾ ചെയ്തു. അതിനും പുറമെ ദിവസം മുഴുവനും തൻ്റെ ചുറ്റും കൂടിയിരുന്ന എണ്ണമറ്റ മനുഷ്യർക്ക് ദർശനവും ഉപദേശങ്ങളും നൽകി. ഈ യാത്രയിൽ അദ്ദേഹം സന്ദർശിച്ച മറ്റ് സ്ഥലങ്ങളാണ് ചന്ദ്രനാഥം, കാമാഖ്യ മുതലായ പുണ്യപ്രദേശങ്ങളും ദേബോക് ഗ്രാമത്തിൽ നാഗമഹാശയന്റെ ഗൃഹവും. 1901 മെയ് 12 പ്രമേഹം, ശ്വാസകോശ രോഗം എന്നിവ മൂലം അത്യന്തം ക്ഷീണിതനായി അദ്ദേഹം ബേലൂർ മഠത്തിൽ മടങ്ങിയെത്തി. സഹോദര സന്യാസിമാരുടെ ആത്മാർത്ഥമായ അപേക്ഷ അനുസരിച്ച് അദ്ദേഹം കുറച്ചു ദിവസം മഠത്തിൽ താമസിച്ച് വിശ്രമിച്ചു. എന്നാൽ തൻ്റെ ജീവിതത്തിലെ അവസാന നിമിഷം വരെയും അദ്ദേഹത്തിന് വിശ്രമമുണ്ടായില്ല. 1901 നവംബറിൽ ശാരദാദേവിയുടെ സാന്നിധ്യത്തിൽ എല്ലാ പൂജാവിധികളോടും കൂടി വിപുലമായ തോതിൽ അദ്ദേഹം ദുർഗാപൂജ ആഘോഷിച്ചു. യാഥാസ്ഥിതികരുടെ ഇടയിൽ മഠത്തെക്കുറിച്ച് വലിയ മതിപ്പ് ഈ ആഘോഷം ഉളവാക്കി. അക്കൊല്ലം ഡിസംബറിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനം കൽക്കത്തയിൽ വെച്ച് നടത്തപ്പെട്ടു. ബാലഗംഗാധര തിലകൻ, മഹാത്മാഗാന്ധി മുതലായ നിരവധി ദേശീയ നേതാക്കൾ സ്വാമിജിയെ കാണുവാനായി മഠത്തിൽ വന്നു. ഏറെ നാളായി എഴുത്തുകുത്തുകൾ വഴി ജപ്പാനിലേക്കൊരു മതപ്രചരണ യാത്ര പുറപ്പെടാൻ സ്വാമിജിയെ പ്രേരിപ്പിച്ചുകൊണ്ടിരുന്ന മിസ്റ്റർ ഒക്കാക്കുറ മിസ് ജോസ്ഫീൻ മെക്ലിയാർഡിനോട് കൂടി 1902 ജനുവരി 6 ജപ്പാനിൽ നിന്ന് എത്തിച്ചേർന്നു. ജപ്പാനിൽ നടത്തുന്ന മതമഹാസമ്മേളനത്തിലേക്ക് സ്വാമിജിയെ നേരിട്ട് ക്ഷണിക്കുവാനും വേണ്ടിയാണ് ഒക്കാക്കുറ വന്നത്. ബുദ്ധമതക്കാരുടെ തീർത്ഥാടന കേന്ദ്രങ്ങൾ സന്ദർശിക്കാനും ഒക്കാക്കുറ ആഗ്രഹിച്ചു. സ്വാമിജി ബുദ്ധഗയയിലേക്ക് ഒക്കാക്കുറയെ അനുഗമിച്ചു. ആ യാത്ര സ്വാമിജിയുടെ അവസാനത്തെ തീർത്ഥയാത്രയായി പരിണമിക്കുകയാണ് ഉണ്ടായത്. ശ്രീബുദ്ധന് പരമജ്ഞാനോദയമുണ്ടായ സ്ഥലമാണ് ബുദ്ധഗയ. ഗുരുദേവന്റെ കൂടെ താമസിച്ചിരുന്ന കാലത്ത് സ്വാമിജി സന്ദർശിച്ച ആദ്യത്തെ പുണ്യസ്ഥലമായിരുന്ന ആ സ്ഥലത്തേക്കുള്ള ഇപ്പോഴത്തെ സന്ദർശനം അവസാനത്തേതായി തീർന്നു. 1902 ജനുവരി 29 അദ്ദേഹത്തിൻ്റെ 39ാം ജന്മനാളിൽ തൻ്റെ അനുചരന്മാരൊന്നിച്ച് അദ്ദേഹം ഗയയിൽ എത്തി. വിഷ്ണുപഥത്തിലുള്ള ക്ഷേത്രത്തിൽ ദർശനം നടത്തി. എന്നിട്ട് അവിടെ നിന്ന് ഏതാനും മൈൽ ദൂരത്തുള്ള ബുദ്ധഗയയിലേക്കും പുറപ്പെട്ടു. അവിടെ ഒരാഴ്ച താമസിക്കുകയും പിന്നീട് വാരണാസിയിലേക്ക് പുറപ്പെടുകയും ചെയ്തു. അവിടെ അദ്ദേഹത്തിന് വളരെ വലിയൊരു സ്വീകരണം നൽകപ്പെട്ടു. ഏതാനും ചെറുപ്പക്കാർ അവിടെ നടത്തി വന്നിരുന്ന സാധുജന സഹായ സംഘം എന്ന സേവന സ്ഥാപനത്തിലേക്ക് സ്വാമിജിയുടെ സാന്നിധ്യം ഉണർവ് നൽകി. കാശിയിൽ വരുന്ന അശരണരായ തീർത്ഥാടകരെ പരിചരിക്കുന്നതിനു വേണ്ടിയായിരുന്നു ആ സംഘം നിലകൊണ്ടത്.
വൃദ്ധന്മാർക്കും വിധവകൾക്കും രോഗികൾക്കും കിടപ്പാടവും ആഹാരവും മരുന്നും ശുശ്രൂഷയും നൽകാൻ അവർ യത്നിച്ചു. അവരുടെ നിസ്വാർത്ഥ സേവനം കണ്ട് സ്വാമിജി അവരോട് പറഞ്ഞു, എൻ്റെ കുട്ടികളെ, നിങ്ങൾക്ക് ശരിയായ ഉത്സാഹമുണ്ട്. സധൈര്യം മുന്നേറൂ. നിങ്ങളുടെ നിർധനതയെ ഗണ്യമാക്കണ്ട. പണം വരിക തന്നെ ചെയ്യും. നിങ്ങളുടെ മോഹന സ്വപ്നങ്ങളെയും അതിശയിക്കുന്ന മഹത്തായ ഒന്ന് ഇതിൽ നിന്ന് വളർന്നു വരുന്നതാണ്. സ്വാമിജി പ്രവചിച്ചതുപോലെ ഈ യുവാക്കളുടെ പ്രവർത്തനങ്ങളിൽ നിന്നാണ് പിന്നീട് കാശി രാമകൃഷ്ണ സേവാശ്രമം ഉടലെടുത്തത്. 1902 മാർച്ച് 8 അദ്ദേഹം തൻ്റെ അവസാനത്തെ തീർത്ഥയാത്രയായ വാരണാസി യാത്ര കഴിഞ്ഞ് തിരിച്ചെത്തി. അദ്ദേഹത്തിൻ്റെ ആരോഗ്യം വളരെ വേഗത്തിൽ ക്ഷയിച്ചുകൊണ്ടിരുന്നു. കാശിയിൽ നിന്ന് മടങ്ങിയെത്തി കുറച്ചു കഴിഞ്ഞ് നടന്ന് ശ്രീരാമകൃഷ്ണ ജന്മോത്സവത്തിൽ സ്വാമിജിക്ക് മുറിയിൽ നിന്ന് പുറത്തിറങ്ങാൻ പോലും കഴിഞ്ഞില്ല. അദ്ദേഹം ശയ്യാവലംബിയായിരുന്നു. സ്വാമിജിയുടെ രോഗസ്ഥിതി കണ്ട് വിഷാദിച്ചവരോട് അദ്ദേഹം പറഞ്ഞു, സങ്കടപ്പെട്ടതുകൊണ്ട് എന്ത് കാര്യം? ഈ ശരീരമുണ്ടായി, അത് നശിക്കുക തന്നെ ചെയ്യും. എൻ്റെ ആശയങ്ങൾ അല്പസ്വല്പമെങ്കിലും നിങ്ങളിൽ സംക്രമിപ്പിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ജീവിച്ചത് വെറുതെയായില്ല എന്ന് ഞാൻ കരുതും. എങ്കിലും തൻ്റെ ഗുരുവിനെ പോലെ തന്നെ ശാരീരികമായ സുഖക്കേട് അദ്ദേഹത്തിൻ്റെ ആധ്യാത്മിക ബോധത്തെയും അതിനെ അടിസ്ഥാനമാക്കിയുള്ള മാനസിക ശക്തിയെയും ഒരു തരത്തിലും ബാധിച്ചിരുന്നില്ലെന്ന് കാണാം. തൻ്റെ ജീവിതത്തിൻ്റെ അവസാനത്തെ മാസങ്ങളിൽ പൊതുദർശനത്തിന് വിധേയനാവുകയോ പ്രസംഗ പരിപാടികൾ നടത്തുകയോ യാത്ര ചെയ്യുകയോ ഉണ്ടായിരുന്നില്ലെങ്കിലും തൻ്റെ ഗുരുവിൻ്റെ പേരിൽ താൻ തന്നെ ആരംഭിച്ചിട്ടുള്ള പ്രവർത്തനം ത്വരിതപ്പെടുത്തുന്നതിൽ അദ്ദേഹത്തിനുണ്ടായിരുന്ന ഉത്സാഹം നിലയ്ക്കാതെ തുടർന്നുകൊണ്ട് ഇരുന്നു. എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നിയാൽ പിന്നെ ദേഹസ്ഥിതിയെയോ രോഗത്തെയോ ഒന്നും സ്വാമിജി നോക്കാറില്ല. ദേഹത്യാഗം വരെ സ്വാമിജി പല കാര്യങ്ങളിലും വളരെയേറെ വ്യാപൃതനായിരുന്നു. മഠത്തിൽ നടക്കുന്ന കാര്യങ്ങളിലും സ്വാമിജിയുടെ ശ്രദ്ധ പതിഞ്ഞിരുന്നു. മഠത്തിലെ നിയമങ്ങൾ യാതൊരു വിട്ടുവീഴ്ചയും കൂടാതെ നടത്തണമെന്ന് അദ്ദേഹം നിഷ്കർഷിച്ചു. സ്നേഹാർദ്രമായ സഹാനുഭൂതിയുടെ ഉടമയായിരുന്നെങ്കിലും കർക്കശനായ ഒരു ശാസകനുമായിരുന്നു സ്വാമിജി. സഹോദര സന്യാസിമാരും ശിഷ്യരും ഒരേ സമയം അദ്ദേഹത്തെ സ്നേഹിക്കുകയും ഭയപ്പെടുകയും ചെയ്തിരുന്നു. അദ്ദേഹം വേദം, പാണിനീയ വ്യാകരണം ഇവയെക്കുറിച്ച് ശിഷ്യരെ പഠിപ്പിക്കുകയും വെളുപ്പിനും സന്ധ്യയ്ക്കും മറ്റും സന്യാസിമാരോടൊരുമിച്ച് ധ്യാനിക്കുകയും ചെയ്തു പോന്നു. തൻ്റെ അന്ത്യം അടുക്കാറായെന്ന് അദ്ദേഹത്തിന് തോന്നിയതിനാൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ സഹോദരി സന്യാസിമാരെ ഏൽപ്പിച്ച് സജീവ പങ്കാളിത്തത്തിൽ നിന്നും അദ്ദേഹം പിൻവാങ്ങി. പലപ്പോഴും ഒരു ഗുരു സദാ തൻ്റെ ശിഷ്യന്മാരുടെ കൂടെ ഇരുന്ന് അവരുടെ കഴിവിനെ ക്ഷയിപ്പിക്കുന്നു. ആളുകളെ പരിശീലിപ്പിച്ചു കഴിഞ്ഞാൽ അവരുടെ ഗുരു അവരെ വിടണമെന്നത് അത്യാവശ്യമാണ്. കാരണം അയാളുടെ അസാന്നിധ്യത്തിൽ മാത്രമേ അവർക്ക് സ്വയം വളരുവാൻ കഴിയൂ. ജീവിതാന്ത്യത്തിലെ 2 മാസക്കാലം സ്വാമിജി കൂടുതൽ അന്തർമുഖനായി തീരുകയും അധിക സമയവും ധ്യാനത്തിൽ ചെലവഴിക്കുകയും ചെയ്തു. അദ്ദേഹം നിവേദിതയോട് പറഞ്ഞു, ഒരു മഹത്തായ തപസ്യയും ധ്യാനവും എന്നിൽ നിവേശിച്ചിരിക്കുന്നു. ഞാൻ മരണത്തിന് തയ്യാറാവുകയാണ്. അക്കാലത്ത് അദ്ദേഹത്തിൻ്റെ പെരുമാറ്റവും സംസാരവും ആസന്നമായ അന്ത്യത്തെ സൂചിപ്പിക്കുകയും താൻ ആരെന്നും എന്തിനു ജാതനായെന്നും മനസ്സിലാക്കുന്ന അവസരത്തിൽ നരേന്ദ്രൻ ദേഹത്യാഗം ചെയ്യുമെന്ന് ഗുരുദേവൻ പറഞ്ഞിട്ടുള്ളത് ഓർത്തിരുന്ന സഹോദര സന്യാസിമാരെ അത്യന്തം വിസ്മയിപ്പിക്കുകയും ചെയ്തു. ഒരു ദിവസം പഴയ കാലത്തെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ ഗുരുദേവൻ സൂചിപ്പിച്ചിരുന്ന അഭിജ്ഞാനം കൈവന്നുവോ എന്ന് സഹോദര സന്യാസിമാരിൽ ഒരാൾ എതിർച്ചയാ അദ്ദേഹത്തോട് ചോദിച്ചു. അദ്ദേഹത്തിൻ്റെ ആശ്ചര്യജനകമായ മറുപടി, ഉവ്, ഇപ്പോൾ ഞാനത് അറിഞ്ഞിരിക്കുന്നു എന്നായിരുന്നു. തൻ്റെ സന്യാസി ശിഷ്യന്മാരെ എല്ലാവരെയും കാണാൻ അദ്ദേഹം ആഗ്രഹം പ്രകടിപ്പിക്കുകയും തന്നെ വന്ന് കാണുവാൻ എല്ലാവർക്കും എഴുതുകയും ചെയ്തു. മഹാസമാധിക്ക് ഒരാഴ്ച മുമ്പ് അദ്ദേഹം ബംഗാളി പഞ്ചാംഗം വരുത്തി എന്തോ നിശ്ചയിക്കുന്നതിനെന്ന പോലെ അദ്ദേഹം അത് പരിശോധിച്ചു. പിന്നീട് മാത്രമേ അതിൻ്റെ സൂചന മനസ്സിലായുള്ളൂ. തൻ്റെ ഭൂലോകവാസം അവസാനിപ്പിക്കാൻ ഒരു ദിവസം നിശ്ചയിക്കാനായിരുന്നു അത്. അദ്ദേഹം തിരഞ്ഞെടുത്ത ദിവസം ജൂലൈ 4 ആയിരുന്നു. ജൂലൈ 2 തൻ്റെ അന്ത്യത്തിന് 2 ദിവസം മുമ്പ് അദ്ദേഹം തൻ്റെ ശിഷ്യ നിവേദിതയ്ക്ക് സ്വന്തം കൈകൊണ്ട് ഭക്ഷണം നൽകി. അവരുടെ കൈ കഴുകാൻ വെള്ളമൊഴിച്ചു കൊടുത്തു. ഒരു ടവൽ കൊണ്ട് അവരുടെ കൈ തുടച്ചു. താനാണ് അങ്ങനെയെല്ലാം ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് നിവേദിത നിഷേധിച്ചപ്പോൾ സ്വാമിജി ശാന്തമായി ഗംഭീരവും വിസ്മയിപ്പിക്കുന്നതുമായ മട്ടിൽ ഇങ്ങനെ പറഞ്ഞു, യേശുദേവൻ തൻ്റെ ശിഷ്യന്മാരുടെ കാൽ കഴുകി. പക്ഷേ അത് അവസാന സമയത്തായിരുന്നുവല്ലോ എന്ന് പറയുവാൻ
നിവേദിത ഒരുമ്പെട്ടുവെങ്കിലും സ്വാമിജിയുടെ വാക്കിന്റെ സൂചന ഓർത്തുകൊണ്ട് അങ്ങനെ പറഞ്ഞില്ല. അമർനാഥ് ഗുഹ ദർശിച്ച് മടങ്ങി വന്നപ്പോൾ തനിക്ക് അമരനാഥന്റെ വരം ലഭിച്ചുവെന്ന് സ്വാമിജി പറഞ്ഞിരുന്നു. താൻ തന്നെ ഇച്ഛിക്കാതെ മരണം തന്നെ സമീപിക്കുകയില്ല എന്ന വരം. മഹാസമാധിക്ക് 3 ദിവസം മുമ്പ് പ്രേമാനന്ദ സ്വാമിയും ഒന്നിച്ച് ഗംഗാതീരത്തുള്ള മഠത്തിന്റെ പുൽത്തക്കിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ അവിടെ ഒരു പ്രത്യേക സ്ഥലം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സ്വാമിജി തൻ്റെ സഹോദര സന്യാസിയോട് പറഞ്ഞു, ഞാൻ ഈ ദേഹം ത്യജിച്ചാൽ അതിനെ അവിടെ സംസ്കരിക്കുക. ആ സ്ഥലത്താണ് സ്വാമിജിയുടെ സ്മാരകമായി പണിത ക്ഷേത്രം ഇന്ന് നിലകൊള്ളുന്നത്. മഹാസമാധി ദിവസം അദ്ദേഹത്തിൻ്റെ പ്രവർത്തികളെല്ലാം മനഃപൂർവ്വവും അർത്ഥവത്തുമായിരുന്നു. അതിരാവിലെ ഉണർന്ന് മഠത്തിലുള്ള ക്ഷേത്രത്തിൽ പ്രവേശിച്ച് വാതിലുകളും ജനലുകളും എല്ലാം അടച്ച് അദ്ദേഹം 3 മണിക്കൂർ നേരം ധ്യാനത്തിലിരുന്നു. പിന്നീട് മഠത്തിലെ മുറ്റത്ത് വന്ന് ഗൗരവവും അന്തർമുഖവുമായ ഭാവത്തിൽ അടുത്തുതന്നെ ഉണ്ടായിരുന്ന പ്രേമാനന്ദ സ്വാമികൾക്ക് കേൾക്കാൻ കഴിഞ്ഞതെങ്കിലും താഴ്ന്ന ശബ്ദത്തിലുള്ള ഒരാത്മകഥത്തിലൂടെ ആ സന്ദർഭത്തിൻ്റെ പിരിമുറുക്കത്തിന് അയവ് വരുത്തി. മറ്റൊരു വിവേകാനന്ദൻ ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം ഈ വിവേകാനന്ദൻ ചെയ്തതെന്തെന്ന് മനസ്സിലാക്കുമായിരുന്നു. ഇനിയും യഥാസമയം എത്രയെത്ര വിവേകാനന്ദന്മാർ ജനിക്കാനിരിക്കുന്നു. മുറിയിലിരുന്ന് ഭക്ഷണം കഴിക്കുന്ന തൻ്റെ പതിവ് സമ്പ്രദായം ലംഘിച്ച് അന്നേ ദിവസം അദ്ദേഹം എല്ലാവരോടുമൊത്ത് ഭക്ഷണം കഴിക്കാനായി ഭോജനശാലയിലേക്ക് ചെന്നു. ഉച്ചയ്ക്ക് 1 മണിക്ക് അദ്ദേഹം എല്ലാ ബ്രഹ്മചാരികളെയും വിളിച്ചുകൂട്ടി ഏകദേശം 3 മണിക്കൂർ നീണ്ടുനിന്ന ഒരു സംസ്കൃത വ്യാകരണ ക്ലാസ് എടുത്തു. കുറച്ചു കഴിഞ്ഞ് വൈകുന്നേരം പ്രേമാനന്ദ സ്വാമിയുമൊത്ത് ഏകദേശം 2 മൈൽ ദൂരം നടന്നു. മഠത്തിലേക്ക് മടങ്ങിയതിനു ശേഷം അദ്ദേഹം സന്യാസിമാരുമായി സ്വല്പനേരം സംസാരിച്ചു. സായാഹ്ന പ്രാർത്ഥനയ്ക്കുള്ള മണി മുഴങ്ങിയപ്പോൾ സ്വന്തം മുറിയിലേക്ക് മടങ്ങി. കൂടെയുണ്ടായിരുന്ന ശിഷ്യനോട് പുറത്തിരിക്കുവാൻ പറഞ്ഞ് 1 മണിക്കൂർ നേരം ധ്യാനത്തിലിരുന്നു. ധ്യാനത്തിനു ശേഷം നിലത്ത് വിരിച്ചിരുന്ന ഒരു കിടക്കയിൽ നിവർന്നു കിടന്നുകൊണ്ട് പുറത്ത് കാത്തുനിന്നിരുന്ന ശിഷ്യനെ വിളിച്ച് ശിരോഭാഗത്ത് അല്പം വീശാൻ ആവശ്യപ്പെട്ടു. ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ സ്വാമിജിയുടെ കൈകൾ അല്പം വിറയ്ക്കുന്നത് ശിഷ്യൻ കണ്ടു. 2 ദീർഘശ്വാസം അന്നേരമുണ്ടായി. അതായിരുന്നു അന്ത്യം. 1902 ജൂലൈ 4 രാത്രി 9 മണി കഴിഞ്ഞിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. 39 കൊല്ലം 5 മാസം 24 ദിവസം പ്രായമായിരുന്നു. ഈ സമയത്ത് മദിരാശിയിൽ അപ്പോൾ ഉണ്ടായിരുന്ന ശ്രീരാമകൃഷ്ണാനന്ദ സ്വാമിയോട് സ്വപ്നത്തിൽ ഒരു അശരീരി ശബ്ദം പ്രഖ്യാപിച്ചു, ശശി നോക്കൂ, ഒരുവൻ തുപ്പിക്കളയും പോലെ ഞാൻ എൻ്റെ ദേഹം ഇപ്പോൾ ഉപേക്ഷിച്ചിരിക്കുന്നു. ഇങ്ങനെയാണ് ശ്രീരാമകൃഷ്ണൻ്റെ ആത്മീയ പുത്രനും സന്ദേശപ്രചാരകനുമായ ആ മഹാന്റെ ജീവിതത്തിന് തിരശീല വീണത്. അദ്ദേഹത്തെക്കുറിച്ച് സുഭാഷ് ചന്ദ്രബോസ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, അദ്ദേഹം അത്യുന്നതനായൊരു മഹാനായിരുന്നു. അതിഗംഭീരൻ, അസാധാരണ മാനസികാവസ്ഥയാർന്നവൻ, സത്യവുമായി നേരിട്ട് ബന്ധപ്പെട്ട ഏറ്റവും ഉയർന്ന നിലയിലെത്തിയ ഒരു യോഗി. ഉള്ള കാലം തൻ്റെ രാഷ്ട്രത്തിൻ്റെയും മനുഷ്യരാശിയുടെയും സദാചാരപരവും ആധ്യാത്മികവുമായ ഉന്നമനത്തിനു വേണ്ടി ജീവിതം മുഴുവനും ഉഴിഞ്ഞുവെച്ച ഒരു മഹായോഗി. അങ്ങനെയാണ് ഞാൻ അദ്ദേഹത്തെ വിവരിക്കുക. അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ പാദങ്ങളിൽ പ്രണമിക്കുമായിരുന്നു. ആധുനിക ഭാരതം അദ്ദേഹത്തിൻ്റെ സൃഷ്ടിയാണെന്ന് ഞാൻ പറയുന്നു. എനിക്ക് തെറ്റുപറ്റിയിട്ടില്ല എങ്കിൽ ആത്മീയമായ അർത്ഥത്തിൽ വിവേകാനന്ദന് മരണമില്ല. സമാധി അടയുന്നതിന് വളരെ കാലം മുമ്പ് തന്നെ അദ്ദേഹം പ്രഖ്യാപിച്ച വാക്കുകൾ മുഴങ്ങി കേൾക്കുന്നുണ്ട്. ജീർണിച്ച വസ്ത്രം മാറ്റുന്നതുപോലെ ഈ ശരീരം ഉപേക്ഷിക്കുന്നതും അതിന് പുറത്തേക്ക് കടക്കുന്നതും നന്നായിരിക്കുമെന്ന് ഞാൻ കണ്ടേക്കാം. എങ്കിലും ഞാൻ പ്രവർത്തിക്കുന്നത് നിർത്തുകയില്ല. പ്രപഞ്ചവും ദൈവവും ഒന്നാണെന്ന് ലോകം അറിയുന്നതുവരെ ഞാൻ എല്ലായിടത്തും മനുഷ്യർക്ക് പ്രചോദനം നൽകിക്കൊണ്ടിരിക്കും. എല്ലാ ജീവജാലങ്ങളെയും മുക്തിയുടെ കവാടത്തിനകത്തേക്ക് നയിക്കുവാൻ കഴിയുന്നതുവരെ തനിക്ക് മാത്രമായുള്ള മുക്തിയെ നിയുക്ത ദേവദൂതനായ അദ്ദേഹം ഇഷ്ടപ്പെട്ടിരുന്നില്ല എന്ന് സ്മരിക്കുക. ഇവിടെ വെച്ച് ശ്രീ വിവേകാനന്ദൻ്റെ ജീവചരിത്രം പൂർണ്ണമാവുകയാണ്. ചിക്കാഗോയിലെ മതമഹാസമ്മേളനത്തിൽ ഒരു കൊടുങ്കാറ്റെന്ന പോലെ അദ്ദേഹം ലോകത്തെ അമ്പരിപ്പിച്ചു. അതിനുശേഷം
മനുഷ്യരാശിയുടെ ഇടയിൽ വേദാന്ത സന്ദേശം പരത്തുന്നതിനായി അദ്ദേഹം അക്ഷീണം പ്രവർത്തിച്ചു. കൊള്ളുമീൻ പോലെ ക്ഷണികവും ഉജ്ജ്വലവുമായ ഈ ജീവിതയാത്ര പെട്ടെന്ന് കടന്നുപോകുന്ന ഒരു കാഹളമേള മാത്രമായിരുന്നു. ഒരിക്കലുമല്ല. സ്ഥായിയായ അനന്തരഫലങ്ങൾ ഭാരതത്തിനും ലോകത്തിന് തന്നെയും നൽകിക്കൊണ്ട് ജ്വലിച്ച ഒരു പ്രകാശമായിരുന്നു അദ്ദേഹം. ആ പ്രകാശം ഇപ്പോഴും തെളിഞ്ഞു തന്നെ നിലനിൽക്കുന്നു, ഇന്നും എക്കാലവും. ഈ വീഡിയോയിലൂടെ അദ്ദേഹത്തോടൊപ്പം സഞ്ചരിച്ച എല്ലാവർക്കും നന്ദി, സ്നേഹം. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരുന്നതാണ്. തുടർന്നും എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു.